എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ന്യൂട്ടെല്ലയുടെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിക്കുന്ന ആ ഒരു സെയിം ടേസ്റ്റിൽ തന്നെ എളുപ്പത്തിൽ ഈ ഒരു ന്യൂട്ടെല്ല വീട്ടിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ന്യൂട്ടെല്ല ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ 250 ml ഒരു കപ്പിൽ 1 കപ്പ് അളവിൽ ഹേസൽനട്ട് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിക്കുന്ന ഒരു ന്യൂട്ടെല്ലയുടെ കറക്റ്റ് ഒരു സെയിം ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടണമെങ്കിൽ ഇതുപോലെ ഒരു ഹേസൽനട്ട് തന്നെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിലേ നമുക്ക് ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നാട്ടിലാണെങ്കിൽ നമുക്കിത് ഓൺലൈനിലൊക്കെ ഈസി ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇനി അഥവാ നിങ്ങൾക്ക് ഹേസൽനട്ട് കിട്ടാനില്ലെങ്കിൽ ഇതുപോലെ പീനട്ട്, നിലക്കടല വേണമെങ്കിൽ എടുക്കാം. അതുപോലെ തന്നെ ആൽമണ്ടും കാഷ്യൂനട്ട് വേണമെങ്കിൽ എടുക്കാമെന്നാണ് കേട്ടോ. ഇതല്ലാതെ നിങ്ങൾ നിലക്കടലയോ അല്ലെങ്കിൽ ബദാമോ കാഷ്യൂനട്ടോ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടെടുക്കുന്നതെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ന്യൂട്ടെല്ലയുടെ ടേസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യാതിരുന്നാൽ മതി. ന്യൂട്ടെല്ലയ്ക്ക് ആ ഒരു നല്ലൊരു സ്മെല്ലും ആ ഒരു നല്ലൊരു ടേസ്റ്റും ഒക്കെ നൽകുന്നത് ഈ ഒരു ഹേസൽനട്ടാണ്. അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് അളവിൽ ഹേസൽനട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വറുത്തിട്ടെടുക്കാം. ഇതുപോലൊരു പാനിലേക്ക് മുഴുവൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തേക്കാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു 7-8 മിനിറ്റോളം നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. നമ്മളിത് പൊടിച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ തൊലി കളഞ്ഞിട്ടാണ് കേട്ടോ പൊടിച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു തൊലി ഇളകി വരുന്ന ഒരു രീതിയിൽ നമ്മൾ നിലക്കടലയൊക്കെ വറുത്തിട്ടെടുക്കത്തില്ലേ, അതുപോലെ ഒന്ന് വറുത്തിട്ടെടുത്താൽ മതി. ഏകദേശം ഒരു 3-4 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ ഇത് കണ്ടില്ലേ, കുറേ എണ്ണത്തിൻ്റെ തന്നെ തൊലി ഇതുപോലെ ഇളകാൻ തുടങ്ങും. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ നിന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഇതുപോലെ നന്നായിട്ട് തൊലി എന്നതിൽ നിന്ന് ഇളകി വരണം. ആ ഒരു പരുവത്തിന് വേണ്ടിയിട്ട് നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞിട്ടെടുക്കാം. ചൂട് കൂടുതലാണെങ്കിൽ ഒരു തുണിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഞെരടിയിട്ടെടുത്താൽ മതി. ആ ഒരു തൊലിയൊക്കെ പോയി കിട്ടും. ഇതിപ്പോൾ കണ്ടില്ല, ഒരു തൊലിയെല്ലാം തന്നെ ഞാനൊന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സിയുടെ ഈ ഒരു ചെറിയ ജാറിലേക്ക് തന്നെ തൊലിയെല്ലാം കളഞ്ഞിട്ടെടുത്തൊരു ഹേസൽനട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. എല്ലാം കൂടെ നല്ല പോലെ തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ കണ്ടില്ല, എല്ലാം നല്ല പോലെ തന്നെ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സൈഡെല്ലാം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിന് നമുക്ക് വീണ്ടും ഒന്ന് അടിച്ചിട്ടെടുക്കണം. അപ്പോഴത്തേക്ക് ഇത് ഒരു കുഴഞ്ഞിരിക്കുന്ന ഒരു പരുവത്തിന് നമുക്കൊന്ന് അരഞ്ഞു കിട്ടും. അപ്പോൾ ഇത് കണ്ടില്ലേ, രണ്ടാമത് നമ്മൾ ഇതുപോലെ അടിച്ചെടുത്ത സമയത്ത് ഇത് ഏകദേശം ഒന്ന് കുഴഞ്ഞിരിക്കുന്ന ഒരു പരുവത്തിന് നമുക്കൊന്ന് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചിട്ടെടുക്കണം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ വെജിറ്റബിൾ ഓയിൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ 1 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് അടിച്ചിട്ടെടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് നമ്മൾ ഇതുപോലെ മൂന്നാമതൊന്ന് അടിച്ചപ്പോഴത്തേക്കും ഇത് നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 നുള്ളി ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് 1/2 കപ്പ് അളവിൽ പഞ്ചസാര പൊടിച്ചെടുത്താണ് കേട്ടോ. പൗഡർ ഷുഗർ ഒരു 1/2 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ കൊക്കോ പൗഡർ ഒരു 1/4 കപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ അടിച്ചെടുക്കുന്ന സമയത്ത് ഇത് കണ്ടില്ല, ഈ ഒരു പരുവത്തിനാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കിത് കുറച്ച് ലൂസായി ഒരു ക്രീമി ആയിട്ടുള്ള ഒരു പരുവത്തിനല്ല കിട്ടേണ്ടത്. അപ്പോൾ അങ്ങനെ കിട്ടാനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണും കൂടി ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ഒരു കറക്റ്റ് പരുവം കിട്ടുന്ന വരെ ഓരോ ടേബിൾ സ്പൂൺ ഓയിൽ ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് അടിച്ചിട്ടെടുക്കാം. ഓയിൽ ഒരുപാടങ്ങ് കൂടിയും പോകരുത്. അതുകൊണ്ട് നമ്മൾ ആദ്യമേ ഒരുപാട് ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്ത് അടിച്ചിട്ടെടുക്കരുത് കേട്ടോ. അപ്പോൾ രണ്ടാമത് ഇതുപോലെ ഓയിൽ ചേർത്ത് കൊടുത്തപ്പോഴത്തേക്കും ഇതുപോലെ ഈ ഒരു പരുവത്തിനായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വീണ്ടും ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ടോട്ടൽ 3.25 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തപ്പോഴാണ് എനിക്ക് ഈ ഒരു കറക്റ്റ് പരുവത്തിന് കിട്ടിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഓരോരുത്തരും ചെയ്യുമ്പോൾ ചിലപ്പോൾ 1-2 ടേബിൾ സ്പൂൺ കൂടിയോ കുറഞ്ഞെന്നോ ഒക്കെ ഇരിക്കാം. ഈ ഒരു കറക്റ്റ് പരുവത്തിന് നമ്മൾ ആക്കിയിട്ട് എടുത്താൽ മതി. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ ഒരു ഹോം മെയ്ഡ് ന്യൂട്ടെല്ല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഹേസൽനട്ട് കിട്ടാനില്ലെങ്കിൽ പീനട്ടോ അല്ലെങ്കിൽ ബദാമോ കാഷ്യൂനട്ടോ വെച്ചിട്ട് ചെയ്യാം. പക്ഷെ നമ്മൾ അത് ചെയ്തിട്ട് കഴിക്കുമ്പോൾ ന്യൂട്ടെല്ലയുടെ ആ ഒരു ടേസ്റ്റുമായിട്ട് കമ്പയർ ചെയ്ത് കഴിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു ചോക്ലേറ്റ് സ്പ്രെഡ് അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാവുന്നതാണ്. ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനാണെങ്കിൽ ഇതുപോലൊരു ബോട്ടിൽ എടുക്കുക. ആ ഒരു ബോട്ടിൽ ഒട്ടും തന്നെ വെള്ളമേ ഒന്നും കാണാൻ പാടില്ല. വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ തന്നെ തുടച്ച് ഒന്ന് ഉണക്കിയതിന് ശേഷം ഈ ഒരു ബോട്ടിലാക്കി നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ബ്രെഡിൽ സ്പ്രെഡ് ചെയ്ത് കഴിക്കാനോ അല്ലെങ്കിൽ പാൻ കേക്ക് ഉണ്ടാക്കിയിട്ട് അതിൽ സ്പ്രെഡ് ചെയ്യാനോ അല്ലെങ്കിൽ ചെറിയൊരു വാനില ചോക്ലേറ്റ് കേക്ക് ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ സ്പ്രെഡ് ചെയ്ത് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഒരു ഹോം മെയ്ഡ് ന്യൂട്ടെല്ലയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട്
ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുകയും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.